ഹലോ എവ്രി വൺ. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തു അല്ലേ? ഡിസംബർ 15 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ക്രിസ്മസ് എക്സാമിന് പഠിക്കണോ അതോ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതിയോ എന്നുള്ളത്. പക്ഷേ ക്രിസ്മസ് എക്സാമിന് പഠിക്കണം എന്നേ മിസ് പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ സിലബസിൻ്റെ ഏകദേശം 85% to 90% പോർഷൻസ് പഠിക്കാനുണ്ടാവും അല്ലേ? സോ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്തിട്ടാണ് എക്സാമിന് പോകുന്നതെങ്കിൽ നിങ്ങൾ എത്ര നന്നായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ പബ്ലിക് എക്സാമിനാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ഇതുപോലെ സിലബസ് കവർ ചെയ്ത് പോകുന്നത്, എന്നിട്ട് എക്സാം എഴുതി പക്ഷെ നിങ്ങൾക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലേ? എന്നാൽ ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മാക്സിമം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എക്സാം നല്ലപോലെ എഴുതുകയാണെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് വീക്ക്നെസ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് അല്ലേ? നിങ്ങൾ ഒന്നും പഠിക്കാതെയാണ് എഴുതുന്നതെങ്കിൽ എന്താ, ആൻസർ ഷീറ്റിൽ ഒന്നും ഉണ്ടാവില്ല. അതായത് അവിടെ ടൈം മാനേജ്മെന്റിന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചിട്ടാണ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയായിരിക്കും ഈ എക്സാമും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കി ഇനി നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് എന്നതിന് പുറമെ 90% പോർഷൻസ് നിങ്ങളുടെ ഡിസംബർ ആകുമ്പോഴേക്കും കഴിയുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം പഠിക്കാനും അതുപോലെ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് വേറെ ലെവൽ ഓഫ് കോൺഫിഡൻസ് ആയിരിക്കും പബ്ലിക് എക്സാമിന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്രിസ്മസ് എക്സാമിനെ അത്ര നിസ്സാരക്കാരനായിട്ട് കാണണ്ട, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. സോ ചാനലിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പം എല്ലാവരും ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.